വെള്ളാപ്പള്ളി നടേശന് ഇന്നും കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ ഈ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള തിരക്കിനിടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയോ എന്നൊരു സംശയമുണ്ട്. വളരെ പ്രധാനപ്പെട്ട അല്ല, അത് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകാതിരിക്കാൻ പാടില്ല. ഇത് അപ്ഡേഷൻ കൃത്യമായിട്ട് മറുനാടൻ മലയാളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഇപ്പം 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നും എങ്ങനെ കേരളം മോചിതമാകുന്നു, അതുപോലെ 30 വർഷത്തെ SNDP സമുദായത്തിന്റെ ഒരു വിമോചന സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തയ്ക്ക് എന്തായാലും പ്രാധാന്യമുണ്ട്. ഈ വെടക്കാക്കി തനിക്കാക്കാനാണ് ഇന്ന് ശ്രമം നടന്നതെന്നാണ് കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കാരണം ഇപ്പം ഞാൻ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, നമ്മുടെ അഡ്വക്കേറ്റ് ചന്ദ്രസേന സാറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇത് വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ചതാണ്. എന്ത് പറ്റി, ഇത് കോടതി എന്ത് ചെയ്തു, അടുത്ത ദിവസത്തേക്ക് മാറ്റി. അതായത് തിങ്കളാഴ്ചത്തേക്ക് കോടതി ഇത് മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഈ ഭരണം തുടരണമെന്നാണ് വെള്ളാപ്പള്ളിയും സഹായികളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സർക്കാരും വെള്ളാപ്പള്ളിയും കൂടെ ഒത്തു കളിക്കുകയായിരുന്നു. ആണല്ലോ. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ബെഞ്ചിൽ വരുമ്പോൾ കേസ് വരുമ്പോൾ പല കേസിന് നമ്പറുകൾ ഇല്ല. ഉള്ള ലിസ്റ്റ് ചെയ്ത കേസുകൾക്ക് നമ്പറുകളില്ല. നമ്പറുകൾ ഉള്ളതാവട്ടെ തെറ്റിച്ചു വിട്ടിരിക്കുകയാണ്. സ്വാഭാവികം. അപ്പോൾ തെറ്റിച്ചു വിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ സർക്കാർ വിഭാഗ അഭിഭാഷകൻ എണീറ്റ് പറയുന്നു, ഞങ്ങൾക്കിപ്പോൾ 36 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് വേണം, അവരെ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ഡിൻ നമ്പറുള്ള 36 പേരെ വേണം. അപ്പം അത് കാരണം കാലതാമസം നേരിടുന്ന ഞങ്ങൾക്കിപ്പോൾ ഉടനെ അങ്ങനെ സർക്കാരിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കാൻ കഴിയില്ല എന്നറിയിക്കുന്നു. അപ്പോൾ ഉടനെ ഈ സമയത്തേക്ക് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിഭാഷകർ എണീറ്റ് പറയുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നൊരു താൽക്കാലിക സ്റ്റേ തരണം. വെരി സിമ്പിൾ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇവർ ഉദ്ദേശിച്ചതും അതിനുള്ള കളികളാണ് നീക്കിക്കൊണ്ട് വന്നതും. സർക്കാരിൻ്റെ അഭിഭാഷകൻ അടക്കം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. സർക്കാർ ഒത്തുകളി ഉറപ്പാണല്ലോ. അപ്പോൾ കോടതിക്ക് കാര്യം മനസ്സിലായി. കോടതി പറഞ്ഞു സ്റ്റേ ഇല്ല, തൽക്കാലം സ്റ്റേ ഇല്ല, തിങ്കളാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും, അതുവരെ നിങ്ങൾ കാത്തിരിക്കൂ. എന്തൊരു വൃത്തികെട്ട കളികളാണ് കളിക്കുന്നത് നോക്കിയേ. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അനക്കമില്ലല്ലോ, ഇതിനോടകം എത്ര അഭിപ്രായം പറയേണ്ടതാ? ഒന്നും പറയുന്നില്ലല്ലോ. കോടതിയെ കുറിച്ച് പറഞ്ഞാലും പണി കിട്ടുമെന്നുള്ള അറിയാമല്ലോ. മാത്രമല്ല അങ്ങോട്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചപ്പോഴേ അങ്ങോട്ട് കണിച്ചുകുളങ്ങരയിലേക്കുള്ള തീർത്ഥയാത്ര ഇപ്പം കുറവാണ്. ചില നേതാക്കന്മാർ ഇപ്പം സുധാകരനൊക്കെ പോയി കണ്ടു എന്നുള്ളതല്ലാതെ. അതാ ഇപ്പം വേറൊരു കാര്യമുണ്ട്. ഇപ്പം കോൺഗ്രസിനുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ ഇയാളിപ്പോൾ കയറി അഭിപ്രായം പറഞ്ഞേനെ. കാരണം സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് കൊടുക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടേനെ. അതെ. ഇപ്പം ശിവഗിരി മഠാധിപതി ആവശ്യപ്പെട്ടപ്പോഴത്തേക്കാണല്ലോ സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടപ്പോഴാണല്ലോ ഇദ്ദേഹം ചാടിയത്. അത് പറയാൻ അയാൾ ആരാണെന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. ഇത് പറയാൻ ഇയാൾ ആരാണെന്നുള്ള ചോദ്യം മറുചോദ്യം ഉയർന്നുണ്ടല്ലോ. നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ആരുമല്ല, മുൻ ജനറൽ സെക്രട്ടറി, ഒരു സാധാരണ ശ്രീനാരായണീയം മാത്രമാണ്. സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ ആ സ്റ്റാറ്റസ് കോ ഉണ്ട്. ഇനി തിങ്കളാഴ്ച എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഈ തിങ്കളാഴ്ച ഇതേ നിലപാട് തുറന്നേ. സത്യം പറഞ്ഞാൽ കോടതി ഇവിടെ കയ്യിലിരിക്കുന്ന വിഷയമാണ്, നമുക്ക് അഭിപ്രായം പറയാൻ പോലും പറ്റില്ല. എങ്കിൽ പോലും സാധാരണ ഈഴവ ജനവിഭാഗം ആഗ്രഹിക്കുന്നത് ഈ ഇലക്ഷൻ്റെ സമയത്തെങ്കിലും ഇയാൾക്കെതിരെ സ്റ്റേ കിട്ടരുതെന്നാണ്. ഇയാൾക്ക് ഈ വിഷയത്തിൽ അത് ഉറപ്പാണ്. ഏതായാലും ഇന്ന് മാത്രമല്ല, ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം എന്നാണ് ഡോക്ടർ മോഹൻ ഗോപാലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ലീഗൽ ലൂമിനറി എന്ന് പറയുന്നത് നിയമരംഗത്തെ ഒരു അതിപ്രഗത്ഭനായ അദ്ദേഹം നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ മേധാവിയായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം കേരള പോലീസിലെ IG ആയിരുന്ന M ഗോപാലൻ. അത് വളരെ പ്രഗത്ഭനായ, അന്ന് DGPയിലെ IG ആണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം CO മാധവൻ എന്ന കേരളത്തിൽ പ്രഗത്ഭന ഉദ്യോഗസ്ഥൻ്റെ പേരക്കുട്ടിയാണ്. പ്രശസ്തമായ ആലുമുട്ട് തറവാടാണോ വാരണപ്പള്ളിയാണോ എന്നൊക്കെ ഉറപ്പില്ല. ഈ തറവാട്ടുള്ള അത് അങ്ങനെ വളരെ എന്താണ് ഗുരുദേവനുമായിട്ട് വളരെ അഭേദ്യ ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിലെ പ്രതിനിധി അന്ന് ഈ കോടതിയിൽ അത് എത്തിയിരുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും ശ്രീനാരായണ ധർമ്മ സംരക്ഷണ സമിതിക്ക് വേണ്ടിയാണ്. അതെ. അത് ശ്രീനാരായണ ധർമ്മ സംരക്ഷണ വേദി എന്ന് പറയാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. കോടാനുകോടി ശ്രീനാരായണീയരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാം ഇതാണ്, എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഇതിൽ നിന്ന് ഈ കടൽക്കിഴവന്മാർ, അങ്ങനെയാണ് പറയുന്നത്, കടൽക്കിഴവന്മാർ ഇതിൽ നിന്ന് പോകണം എന്നുള്ളതാണ് പിന്നെ ഈ ശ്രീനാരായണീയരുടെ ആഗ്രഹം. കോടതിക്കും അത് പിടികിട്ടിയ ലക്ഷണമുണ്ട്. കോടതി ഇരിക്കുന്നത് അത്ര ബുദ്ധിയില്ലാത്ത ആളല്ലോ. കോടതിക്ക് ഈ കാര്യം മനസ്സിലായി. പക്ഷേ കോടതിയെ എനിക്ക് തോന്നുന്നു കോടതിക്ക് ഏറ്റവും ഇതിനകത്ത് അസ്വാഭാവികമായി ചില കാര്യങ്ങൾ തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റേ കൊടുക്കാഞ്ഞത്. ഇന്ന് സ്റ്റേ കിട്ടിപ്പോയിരുന്നെങ്കിൽ ആ സ്റ്റേയുടെ ചുവട് പിടിച്ച് ഇവർ മുന്നോട്ട് പോകുമായിരുന്നു. സുപ്രീം കോടതി പോകും. അത് മാത്രമല്ല, ഈ സ്റ്റേ നീട്ടി ഇവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇലക്ഷൻ കഴിയുന്നിടം വരെ കൊണ്ടുപോകും. ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സർക്കാരായിരിക്കും വരുന്നത്. ചിലപ്പോൾ UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെയും ഇവർക്ക് പിടിപാടുണ്ട്. ആണല്ലോ, ആര് ഭരിച്ചാലും ഉണ്ട്. അപ്പം അടൂർ പ്രകാശിനെ പോലെയുള്ള ആൾക്കാർ UDFിലുള്ളപ്പോൾ, അടൂർ പ്രകാശൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ പെറ്റ് ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ
ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങും. ഉറപ്പാണല്ലോ. ഇപ്പൊ മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് സകല സമുദായ നേതാക്കളെയും പേടിയാണ് അവർക്ക്. ഏത് സമുദായം അത് വലിയ ഭൂരിപക്ഷ സമുദായം ഒന്നും വേണ്ട, ഏതെങ്കിലും 4 ആളുടെ സമുദായമാണെങ്കിൽ പോലും സമുദായ നേതാവ് എന്ന് പറഞ്ഞാൽ ചാടിയാണ് എൻ്റെ തൊഴിൽ. അവിടെ കോൺഗ്രസിന്റെ സ്വഭാവം. എന്തായാലും ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇന്നത്തേത് ഒരു തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസവും അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്നും പറഞ്ഞാൽ ചെന്നത്. അപ്പോഴും ആ കോടതി എന്ത് ചെയ്തു? ഇപ്പം അങ്ങ് പരിഹരിക്കുന്നില്ല, തൽക്കാലം വ്യാഴാഴ്ച കേൾക്കാമെന്ന് പറഞ്ഞു. ഇന്ന് വ്യാഴാഴ്ച വന്നു. വ്യാഴാഴ്ച വന്നപ്പം ഇവരെ ആവശ്യപ്പെട്ടത് എന്താണ്? സ്റ്റേ ആണ്. ഈ ഒരു സ്റ്റേ വേണം. ആ സ്റ്റേ കിട്ടാൻ വേണ്ടി കളിച്ച കളിയാണ് കോടതിക്ക് മുമ്പ്. അതായത് കേസ് നമ്പർ ഇടാതെ വരിക, കേസ് നമ്പർ ഇട്ടത് തെറ്റിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഈ തെറ്റെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്റ്റേ വേണമെന്ന് പറയുക. എന്തൊരു കുരുട്ട് ബുദ്ധി! ഇത് ആരുടെ ബുദ്ധിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ ബുദ്ധികളെല്ലാം തിരിച്ചടിച്ചിരിക്കുന്നു. ഈ SNDP സമുദായത്തിൽപ്പെട്ട ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്തയായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പുള്ളിക്ക് ഒരു കാരണവശാലും ഈ സ്റ്റേ അനുവദിച്ചു കൊടുത്ത് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനേ പാടില്ല. ഡോക്ടർ മോഹൻ ഗോപാലിനെ പോലെയുള്ള വളരെ പ്രമുഖരായ ആളുകൾ തന്നെ ഇതിനായി രംഗത്തെത്തിയെന്നുള്ളതും വളരെ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇദ്ദേഹം കയറി അഭിപ്രായം പറഞ്ഞു. ഈ ഇന്ന മണ്ഡലത്തിൽ ഇന്നയാൾ മത്സരിക്കണം, ഇന്നയിടത്ത് പിന്നെ ഓരോരുത്തരും അവൻ ജയിച്ചാൽ മീശ എടുക്കും, അവസാനം ജയിക്കുമ്പോൾ പിന്നെ മീശ എടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പലവിധ പരിപാടികളും വരുന്നുണ്ട്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മുടെ SNDP സംരക്ഷണ സമിതി കൃത്യമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ആ നീക്കങ്ങൾ ഇവരുടെ ബലഹീനതകളും ഇവർ കൊണ്ടുവരാൻ സാധ്യതയുള്ള പോയിന്റുകളും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പോയിന്റുകളെ എങ്ങനെ ഡിഫൻസ് ഉന്നയിക്കാമെന്നുള്ളത് കണ്ടുകൊണ്ടാണ് മിടുക്കരായ അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് കോടതിയെ പറ്റിച്ചുകൊണ്ട് ഒരു ഉത്തരവ് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ ഈ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകർ ചേർന്ന് എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്തു. ഇനിയിപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം നമ്മുടെ നേതാക്കന്മാരാരും അവിടേക്ക് തീർത്ഥാടനത്തിന് പോകാനില്ല. അപ്പോൾ ഇന്ന വേറൊരു ഇതിനിടയ്ക്ക് ചിലർക്ക് അബദ്ധവും പിന്നെ വലിയൊരു വെള്ളാപ്പള്ളി ഇല്ലാത്ത വലിയൊരു പ്രശ്നമായി മാറിയ ചില സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പം അടൂർ പ്രകാശ് കോന്നിയിൽ, അടൂർ പ്രകാശ് ഇതേ പ്രശ്നമാണ്. അടൂർ പ്രകാശ് വെള്ളാപ്പള്ളി ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. അല്ലെ വെള്ളാപ്പള്ളിയെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കുമായിരുന്നു. ഇവരെല്ലാം ഈ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുടെ ആൾക്കാരാണ്. കൊടുക്കൽ വാങ്ങലാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവരെല്ലാം തമ്മിലുള്ള പരസ്പര ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ പരിപാടി തന്നെയാണ്. അവരവരുടെ പദവിയും അവരുടെ സ്ഥാനവും അവർക്ക് സമൂഹത്തിൽ ഉള്ള ആ ഒരു നിലനിൽപ്പും ഇവർ പരസ്പര പൂരകങ്ങളാണ്. ഇവർ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും കോടതി ഇടപെടൽ കൃത്യമായി. എന്തായാലും ഇന്നത്തെ കോടതി ഇടപെടൽ ഇന്നത്തെ ഒരു ദിവസത്തേതും കഴിഞ്ഞ ദിവസത്തേതും ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ നൽകുന്നതാണ്, വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ഒരു വിധിക്ക്, അതായത് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിക്കൊണ്ടുള്ള 170 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള ഈ വിധിക്ക് സ്റ്റേ കിട്ടാതിരിക്കട്ടെ എന്നാണ് ഈ ശ്രീനാരായണീയരുടെ പ്രാർത്ഥന. അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.